എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇനിയുള്ള ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും നോട്ടിഫിക്കേഷൻ ഒരു ഒക്ടോബർ 15 നമ്മുടെ പ്രൊഫൈലിനകത്തേക്ക് വരാം. 15 മുതൽ ഏത് ദിവസം വേണമെങ്കിലും വരാം എന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു മെയ് മാസത്തോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. 2026 മെയ് മാസത്തോടുകൂടി പ്രതീക്ഷിക്കാം. നമ്മുടെ മുമ്പിലെ ഒരു 8 മാസത്തെ സമയമാണ് പഠിക്കുവാൻ കൃത്യമായിട്ട് കിട്ടുന്നത്. ആ ഒരു കാലയളവ് വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട്, സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ട്, വളരെ ഭംഗിയായിട്ട് ടോപ്പിക് വൈസ് പഠിച്ചുകൊണ്ട് 2021 മുതൽ 2025 വരെയുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതേപോലെ റിവിഷൻ നടത്തി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സോ ഇനി നമ്മൾ ഓരോ ദിവസങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ സാധ്യത മുമ്പിൽ കണ്ടുകൊണ്ട്, അതായത് 2000-ലധികം അഡ്വൈസുകൾ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ആയതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, നിങ്ങൾ എഴുതുന്നത് ഏകദേശം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ്, അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ, എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള വലിയൊരു SBCID അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള വലിയ ഒരു കൂന പരീക്ഷകൾക്കാണ് നിങ്ങൾ ഈ പറയുന്ന പ്രിലിംസിന്റെ പരീക്ഷ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ ഓരോ പരീക്ഷകളുടെയും കട്ട് ഓഫ് നമ്മൾ മാക്സിമം എന്തായാലും ഒരു 50-നകത്ത് വരുത്തതേ ഉള്ളൂ. കാരണം നമ്മൾ അങ്ങനെയാണ് 2021 മുതൽ 2025 വരെ എഴുതിയ പരീക്ഷകളുടെ എല്ലാം പാറ്റേൺ അങ്ങനെയായിരുന്നു. പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്തായാലും 50-നപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിന്റെ പരീക്ഷ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇനി അങ്ങോട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ് CCയിലെ. നമ്മൾ ഇന്ന് വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ പഠനം വളരെ ഭംഗിയായിട്ട് തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഒരു മുൻ വർഷ ചോദ്യ പേപ്പറിനകത്തെ പ്രധാനപ്പെട്ട മാത്സിന്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടും. സോ അതിനു മുമ്പേ മാത്സിനകത്ത് 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ. മെയിൻസ് ആകുമ്പോൾ 10 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക് പ്രിലിംസിന്, അവിടെ പോകുമ്പോൾ മെയിൻസിലാവുമ്പോൾ 10 മാർക്ക്, മലയാളത്തിന് ഈ 2 ഭാഗത്തും 10 മാർക്കാണ്. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് 50 മാർക്കും മെയിൻസിന്റെ പരീക്ഷയ്ക്ക് 30 മാർക്കുമാണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അപ്ഡേറ്റുകളില്ല, ഓരോ ടോപ്പിക്കിന്റെയും കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ മെയിൻസിന്റെ പരീക്ഷയ്ക്കുള്ള സാധനവും റെഡിയാവും. അപ്പൊ അതുകൊണ്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് അപ്ഡേറ്റ്സുകളില്ല. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിലിംസിന്റെ പരീക്ഷ വലിയ ബുദ്ധിമുട്ടില്ലാതെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതുവഴി തന്നെ മെയിൻസിന്റെ പരീക്ഷയിലേക്ക് ഒരു 30 മാർക്കിനകത്ത് എങ്ങനെ പോയാലും 25-24 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ബാക്കി ഒരു 10-30 മാർക്ക് കൂടി നിങ്ങൾ വാങ്ങിച്ചാൽ മെയിൻസിന്റെ പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. ചെറിയ മാർക്ക് മതി പരീക്ഷകൾ ക്രാക്ക് ചെയ്യുവാൻ. അതാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം അത്രയും അഡ്വൈസുകൾ പോകുന്നത് കൊണ്ട് വലിയൊരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. 2025-2026 എന്ന് പറയുന്ന വർഷത്തില് നിങ്ങളൊരു സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരി ആയ ഒരു കാലഘട്ടമായി ചരിത്രം രേഖപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മക്കളെ, മാത്സിനകത്ത് 12 ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. അതേപോലെ റീസണിങ്ങിനകത്ത് 13 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അങ്ങനെ മാത്സും റീസണിങ്ങും കൂടെ 20 മാർക്കാണ്. 12ഉം 13ഉം
25 സബ് ടോപ്പിക്കുകളിൽ നിന്നും 20 മാർക്കിന്റെ ഒരു പരീക്ഷയാണ് നമ്മൾ എഴുതാൻ പോകുന്ന പ്രിലിംസിന്റെ പരീക്ഷ. സോ അതിനുവേണ്ടി 2021 മുതൽ 2025 വരെയുള്ള ചോദ്യ പേപ്പറുകൾ നിങ്ങൾ പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യത്തിലെ ക്ലാരിറ്റി ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അത് വസ്തുതയാണ്, ആരും പറയുന്നത് പോലല്ല. തീർച്ചയായിട്ടും 2021 മുതൽ 2025 വരെ വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളുടെ ചോദ്യ പേപ്പർ ഈ ഒരു 8 മാസത്തിനുള്ളിൽ സൈഡായിട്ട് നിങ്ങൾ കവർ ചെയ്യണം. അതൊരു വലിയ ഒരു ഉത്തരവാദിത്വമാണ്. സോ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 2025 കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നുപോയ നമ്മുടെ എസ്സയുടെ പരീക്ഷ. നമുക്കറിയാം ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ് നമ്മുടെ 2025 എസ്സയുടെ പരീക്ഷ നമ്മൾ എഴുതി മാറിയത്. ഈ വർഷം അവസാനം, അതായത് 2025 അവസാനം പുതിയ നോട്ടിഫിക്കേഷൻ വരും. കാരണം എസ്സയുടെ പരീക്ഷ എല്ലാ വർഷവും വിളിക്കാറുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമേ ഉള്ളത് കൊണ്ട് എല്ലാ വർഷവും എസ്സയുടെ പരീക്ഷ നടക്കും. സോ അത്തരത്തിലെ 2025 നമ്മൾ എഴുതിയ എസ്സയുടെ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ച ആ ചില ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. മക്കളെ, ഒന്നാമത്തെ ചോദ്യം ദാ പിടിച്ചോടാ. ആദ്യമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. എക്സും വൈയും നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണ സംഖ്യകളാണ്. എക്സും വൈയും നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണ സംഖ്യകളാണ് എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്. നെഗറ്റീവ് അല്ലടാ, പൂർണ്ണ സംഖ്യകളാണെന്നാണ് പറയുന്നത്. അപ്പോ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, അങ്ങനെ പോവാം. എങ്കിൽ 5x + 8y എന്ന രൂപത്തിൽ ഇല്ലാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ നോട്ട് ഇൻ ദ ഫോം ഓഫ് 5x + 8y വേർ എക്സ് ആൻഡ് വൈ ആർ നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്നാണ് ചോദ്യം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇത് ഒരു പ്രത്യേക ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. അതിനൊരു പ്രത്യേക ടോപ്പിക് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചോദ്യം നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ അത്രയും ഉപകാരമായിരിക്കും. കാരണം ഈ ചോദ്യം ചെയ്തെടുക്കാൻ വേറെ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുവാനുണ്ട്. പക്ഷെ മത്സര പരീക്ഷയ്ക്ക് ഈ ചോദ്യം ഇനി നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ, ഇത് ആദ്യമായിട്ട് എഴുതിയ സമയത്ത് സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾ എഴുതിയ ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു സാധനമാണിത്. അപ്പോൾ ഇനി ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ പരീക്ഷയ്ക്ക് ഇതുപോലെ, ഇത് മാറ്റമൊന്നുമില്ല. ഈ ചോദ്യം കാണാതെ പഠിച്ചു വെച്ചാൽ പോലും തെറ്റൊന്നുമില്ല. ഈ ചോദ്യം ഇനി നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ത് പറയും? ഇങ്ങനെ ചോദിക്കത്തുള്ളൂ കേട്ടോ. 5ഉം 8ഉം അങ്ങനെയൊക്കെ വരത്തുള്ളൂ കേട്ടോ. ആ നമ്പർ പോലും മാറ്റാതെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 5ന്റെ 8ന്റെ HCF 1 അങ്ങനെ വരത്തുള്ളൂ. അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, എടാ ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. 5ഉം 8ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 5 × 8 40 ആണേ. എന്നിട്ട് ആ 5ഉം 8ഉം കൂടെ കൂട്ടുക. 5ഉം 8ഉം കൂടെ കൂട്ടിയാൽ എത്ര? 5ഉം 8ഉം കൂടെ കൂട്ടിയാൽ 13 അല്ലേ? അതും അങ്ങോട്ട് എഴുതുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തത്? 5ഉം 8ഉം കൂടെ ഗുണിച്ചു. 5 8 40 എഴുതി വെച്ചു. 5ഉം 8ഉം കൂടെ കൂട്ടി 5ഉം 8ഉം 13 എഴുതി വെച്ചു. എടാ കുഞ്ഞുങ്ങളെ, ഈ 2 സംഖ്യകളുടെ വ്യത്യാസം എടുത്ത ആൻസറായി 40 ന്ന് 13 കുറച്ചാല് 27. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഇതാണ് സംഭവം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുവാനുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ ഇനി ഒരു ചോദ്യം വരികയാണെങ്കിൽ എക്സിന്റെയും വൈയുടെയും കൂടെ നിൽക്കുന്നവന്മാരെ അങ്ങ് ഗുണിക്കുക, അതിനുശേഷം കൂട്ടുക, ഈ കിട്ടിയവന്മാർ തമ്മിൽ അങ്ങ് കുറയ്ക്കുക. പരിപാടി കഴിഞ്ഞു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ 1 മാർക്ക് നമ്മുടെ പെട്ടിയിലായി. ബാക്കി കാര്യമൊക്കെ നമ്മൾ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് എങ്ങനെയാ വന്നതെന്നൊക്കെ പറഞ്ഞു തരാം. തൽക്കാലം ഇത്ര മാത്രമേ ഉള്ളൂ സംഭവം. രണ്ടാമത്തെ ചോദ്യം, എയ്ക്ക് ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ബി ആണെങ്കിൽ 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ബി 5 ദിവസം കൊണ്ട് ജോലി ആരംഭിച്ചു. തുടർന്ന് എ ജോലി പൂർത്തിയാക്കി. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം പണിയെടുത്തു എന്നാണ് ചോദ്യം. സ്ഥിരം ചോദ്യം അല്ലേടാ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ചോദ്യമല്ലേ. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന
വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ പരീക്ഷയ്ക്കും ചോദിച്ചത്. അതായത് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടുന്ന ഭാഗമാണ് മാത്സ് എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് മുൻ വർഷ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. ആണേ, എ ആണെങ്കിൽ 10. നോക്കിക്കോണേ, എ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എടാ ബിക്ക് തനിയെ കൊടുക്കുവാണെങ്കിൽ അതേ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞു, അത് എഴുതി വെച്ചു. എപ്പോഴും ടൈം ആൻഡ് വർക്കിന്റെ ചോദ്യങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എൽസിയം കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. തന്നിരിക്കുന്ന ദിവസങ്ങൾ 10ഉം 15ഉം ആണ്, എൽസിയം കണ്ടുപിടിക്കുക. 10ന്റെയും 15ന്റെ എൽസിയം വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് ഫാക്ടറൈസ് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ 10, 15 ഏറ്റവും വലിയ സംഖ്യ ഏതാ? എടാ അവിടെ ഏറ്റവും വലിയ സംഖ്യ 15 അല്ലേ? 15നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ 15ന്റെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് നിങ്ങൾ പോവുക. 15ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 15 2 30 അല്ലേ? ആണ്. ആ 30നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ മക്കളെ 30 എൽസിയം. അത്രേ ഉള്ളൂ പരിപാടി. ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും എൽസിയം. അല്ലെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയുടെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് പോവുക. അവിടെയും നടന്നില്ലെങ്കിൽ മൂന്നാമത്തെ മൾട്ടിപ്പിളിലേക്ക് പോവുക. എപ്പോഴാണോ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നത് അതാണ് എൽസിയം. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇവിടെ 15ന്റെ രണ്ടാമത്തെ ഗുണിതം 30 ആണ്. 30നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. 30 എൽസിയം എന്ന് മനസ്സിലായി. ഇനി ഓരോ ദിവസത്തെ വർക്ക് അങ്ങോട്ട് പിടിച്ചേ. 10 ദിവസം കൊണ്ട് 30 ജോലി ചെയ്താൽ ഒരു ദിവസം ചെയ്യുന്നത് 30/10 3 ജോലിയല്ലേ? ആണ്. അതേപോലെ 15 ദിവസം കൊണ്ട് 30 ജോലി ചെയ്താൽ ഒരു ദിവസം ചെയ്യുന്നത് 30/15 2 ജോലിയല്ലേ? ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാണ്ട ഈ രണ്ട് സംഖ്യകൾ അങ്ങ് വെട്ടിക്കളഞ്ഞേക്ക്. നമുക്കത് വേണ്ട. നമ്മൾ എൽസിയം കണ്ടുപിടിക്കാനും ഒരു ദിവസത്തെ വർക്ക് കണ്ടുപിടിക്കാനും മാത്രമേ അവന്മാരുടെ ആവശ്യമുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ എ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണെന്ന് മനസ്സിലായി. ബി ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലിയാണെന്ന് മനസ്സിലായി. എടാ ഇവിടെ ചോദ്യകർത്താവ് പറയുന്നത് ബി 5 ദിവസം കൊണ്ട് ജോലി ആരംഭിച്ചു. അതായത് ജോലി ആരംഭിച്ച് 5 ദിവസം വരെ ബി വർക്ക് ചെയ്തെന്നാണ് പറയുന്നത്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ഇംഗ്ലീഷിലാവുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവും. അപ്പോൾ ജോലി തുടങ്ങിയത് ബി എന്ന് പറയുന്നവൻ ഒറ്റയ്ക്കാണ്. അവൻ 5 ദിവസം പണിയെടുത്തു. ബി എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം ചെയ്യുന്ന 2 ജോലിയാ. ബി എന്ന് പറയുന്നവൻ ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലി. അങ്ങനെ 5 ദിവസം പണിയെടുത്തു. അപ്പൊ 5 ദിവസം കൊണ്ട് I2 10 ജോലി തീർന്നു അല്ലേ? ഒരു ദിവസം 2. അപ്പൊ 5 ദിവസം കൊണ്ട് 5 × 2 10 ജോലി തീർന്നു. കണ്ടോ? 10 ജോലി അവിടെ തീർന്നു എന്ന് മനസ്സിലായി. ഇനി ബാക്കി എത്ര ഉണ്ട്? ബാക്കി 20 അല്ലേ ഉള്ളടാ? എടാ മൊത്തം 30 ജോലിയായിരുന്നു. അതിൽ 10 ജോലി അങ്ങ് തീർന്നു. ബാക്കി എത്ര? ബാക്കി ഇനി 20 ജോലിയേ ഉള്ളൂ. ആ 20 ജോലി ആരാ ചെയ്യുന്നതെന്നുള്ള കാര്യത്തില് നിങ്ങൾക്ക് സംശയം വരും സ്വാഭാവികമായിട്ടും. തുടർന്ന് എ ജോലി പൂർത്തിയാക്കിയെന്നാ പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, എ പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞിട്ട് ബി പോയി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ എയും ബിയും കൂടെ ഒരുമിച്ചാണ് ജോലി ചെയ്തത് എന്ന് ചിന്തിക്കാം. ക്വസ്റ്റ്യനകത്ത് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവന്മാർ 2 പേരും ഉണ്ടെന്നും കരുതാം. അപ്പോൾ ആദ്യത്തെ 5 ദിവസം ബി വർക്ക് ചെയ്തു. I2 10 തീർന്നു. ബാക്കി 20. ആ ബാക്കി 20 ജോലി ചെയ്യുന്നത് ആരൊക്കെയാ? എയും ബിയും കൂടെ ഒരുമിച്ചാണ്. അതായത് ബി അവിടെ ഉണ്ട് എന്ന് തന്നെ ഞാൻ ചിന്തിക്കുക. ബി അവിടെ ഉണ്ടെന്ന് തന്നെ അങ്ങ് ചിന്തിക്കുക. ബി പോയില്ല. അപ്പോൾ എയും ബിയും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3ഉം 2ഉം 5 ജോലി ഒരു ദിവസം ചെയ്യും. നമുക്ക് തീരേണ്ടത് 20. എടാ നമുക്ക് തീരേണ്ടത് 20. ഒരു ദിവസം ചെയ്യുന്നത് 5. അങ്ങനെ ഒരു ദിവസം 5 ജോലി വെച്ച് ചെയ്യുവാണെങ്കിൽ 4 ദിവസം കൊണ്ട് 4 5 20 ജോലിയും തീരത്തില്ലേ? അത്രേ ഉള്ളു പരിപാടി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി ബാക്കി എത്രയുണ്ട്? 20. ബാക്കി ഇനി എത്ര ഉണ്ട്? 20 ജോലി. ഇത് ചെയ്യുന്ന ആരാ?
എയും ബിയും കൂടെ ഒരുമിച്ചാ. എടാ എയും ബിയും കൂടെ ഒരുമിക്കുവാണെങ്കിൽ ഒരു ദിവസം എത്ര ചെയ്യും? ഒരു ദിവസം 3 × 2 5 ചെയ്യും. 5 എണ്ണം ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും തീരേണ്ടത് 20, ഒരു ദിവസം ചെയ്യുന്നത് 5. 20നെ 5 കൊണ്ട് ഹരിച്ച എത്ര? 4. നാണ്ട ഓപ്ഷനകത്ത് കിടപ്പുണ്ട്. ആൻസർ 4 ആണ്. സിമ്പിൾ പരിപാടി, ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ അവിടെ ബി അങ്ങ് പോയെന്ന് കരുത്. ശരി, ബി അങ്ങ് പോയി, പിന്നെ എ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണ്. നമുക്ക് തീരേണ്ടത് 20. മക്കളെ 20നെ 3 കൊണ്ട് ഹരിച്ചാൽ പോയിന്റ് ഉള്ള ഒരു നമ്പറാണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് ഓപ്ഷനകത്ത് ഇല്ല. അപ്പൊ അതുകൊണ്ട് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ബി ആദ്യത്തെ 5 ദിവസം പണിയെടുത്തതിന് ശേഷം അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ബാക്കിയുള്ള ദിവസം ആരാണ് പണിയെടുത്തത്? എയും ബിയും കൂടാണ് പണിയെടുത്തതെന്ന് മനസ്സിലായി. ആ ബാക്കിയുള്ള ദിവസം എന്ന് പറയുന്നത് 4. അപ്പൊ ചോദ്യകർത്താവ് ചോദിച്ചത് ബാക്കി ജോലി പൂർത്തിയാക്കാൻ എ എത്ര ദിവസം പണിയെടുത്തു? എത്ര ദിവസം പണിയെടുത്തു? 4 ദിവസം. അവസാനത്തെ 4 ദിവസം എയും ഉണ്ട് ബിയും ഉണ്ട്. എ എത്ര ദിവസം പണിയെടുത്തെന്ന് ചോദിച്ചാൽ 4 ദിവസം. അപ്പൊ ബി എത്ര ദിവസം പണിയെടുത്തെന്ന് ചോദിച്ചാൽ ഈ 4ഉം ആദ്യത്തെ 5ഉം കൂടെ ചേരുമ്പോൾ എത്രയായി? 9. അങ്ങനെയായിരുന്നു അവസ്ഥ. ഓക്കെ, ഇതായിരുന്നു ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സിമ്പിൾ ആയിട്ട് നമ്മുടെ എസ്ഐയുടെ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ചത്. മക്കളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്ട്ര എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഏതാ? ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മൾ എപ്പോഴും കാണുന്ന ചോദ്യം ഏതൊക്കെയാ? നമ്മുടെ ട്രെയിനെ ലംബമായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ ടൈപ്പ് 1. അതായത് ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. ഇനി തിരച്ചീനമായിട്ട് കിടക്കുന്ന വസ്തുക്കൾ, പാലം, പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, അതൊക്കെയാണെങ്കിൽ ടൈപ്പ് 2. 2 ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു, ടൈപ്പ് 3. 2 ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു, ടൈപ്പ് 4. ഇവിടെ നോക്കിയേ, ഇവിടെ 2 ട്രെയിനുകളല്ല, ഒരാള് ട്രെയിനും ഒരാള് മനുഷ്യനുമാണ്. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ദിശയാണ് നോക്കേണ്ടത്. ഒരേ ദിശയിൽ പോകുന്നു എന്ന് കേട്ടാൽ ടൈപ്പ് 4. ഒരേ ദിശയിൽ പോകുന്നു എന്ന് കേട്ടാൽ എങ്ങനെ ഇക്വേഷൻ? ടൈപ്പ് 4. ടൈപ്പ് 4 ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു തന്നെ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. ടൈപ്പ് 4ന്റെ ഇക്വേഷൻ എന്തുവാ? S1 - S2 = L1 + L2 ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? ടൈപ്പ് 3 ആയിരുന്നെങ്കിൽ 2 ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു എന്നാണെങ്കിൽ S1 + S2 = L1 + L2 ഡിവൈഡഡ് ബൈ ടൈം ആണ്. 2 ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്നാണെങ്കിൽ S1 - S2 = L1 + L2 ഡിവൈഡഡ് ബൈ ടൈം ആണ് ഇക്വേഷൻ. നോക്കാം. ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട്. ഇവിടെ രണ്ടാമതൊരു മനുഷ്യനാ. നോക്കിക്കേ, 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 72 km/h വേഗതയിൽ ഓടുന്നു. ഒരേ ദിശയിലെ 6 km/h വേഗതയിൽ ഓടുന്ന ഒരാളെ മറികടക്കാനാ. ഒരാളെന്ന് പറയുമ്പോൾ നിങ്ങൾ അത് L2 ഉണ്ടല്ലോ, അത് 0 ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അവിടെ ട്രെയിനിന്റെ നീളം മാത്രം പരിഗണിച്ചാൽ മതി. L1 ആദ്യ ട്രെയിനിന്റെ നീളം, L2 രണ്ടാമത്തെ ട്രെയിനിന്റെ നീളമാണ്. ഇവിടെ രണ്ടാമതൊരു ട്രെയിൻ അല്ല, ഒരു മനുഷ്യനായതുകൊണ്ട് L2ന്റെ വില 0 ആയിട്ട് അങ്ങ് എടുത്താൽ മതിയടാ. ഓക്കെ, ആദ്യം നിങ്ങൾ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക. ഒന്നാമത്തെ സ്പീഡ് 72, രണ്ടാമത്തെ സ്പീഡ് 6. മക്കളെ കുറയ്ക്കടാ, കാരണം ഒരേ ദിശയാണ്. S1 - S2 ആണ്. 72ൽ നിന്ന് 6 കുറച്ചാൽ എത്ര? എടാ 72ൽ നിന്ന് 6 കുറച്ചാൽ 66 അല്ലേ? ആണ്. അപ്പോൾ 66 km/h ആണെന്ന് മനസ്സിലായി. പിന്നെ ചോദ്യകർത്താവ് സമയം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ എല്ലാം സെക്കൻഡിലാണ്, ട്രെയിനിന്റെ നീളം മീറ്ററിലുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ മറന്നു പോകരുത്, വിട്ടുപോകരുത്. അപ്പോൾ ഇത് km/h ആണ്. മീറ്റർ/സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. കണ്ടോ, ഇടദോഷം സെറ്റാണേ. S1 - S2 സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക. 72ൽ നിന്ന് 6 കുറച്ചാൽ 66. km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചു. ഇടതുവശം സെറ്റ്. ഇനി വലതുവശത്തേക്ക് ഓടാം. L1 ട്രെയിനിന്റെ നീളം എത്ര? ട്രെയിനിന്റെ നീളം 150 മീറ്റർ. ഒരു പ്രശ്നമില്ല, 150, കാരണം ഇവിടെ മീറ്റർ/സെക്കൻഡാ. അപ്പൊ L1ന്റെ വില 150. L2 0. L2 നമുക്ക് 0 ആയിട്ട് അങ്ങ് എടുത്താൽ മതി, കാരണം രണ്ടാമത് ട്രെയിൻ അല്ല. ട്രെയിൻ ആയിരുന്നെങ്കിൽ നമുക്ക് നീളം പരിഗണിക്കേണ്ടി വന്നേനെ. L2 നമ്മൾ 0 ആയിട്ട് എടുത്തു. സമയമാണ് കണ്ടുപിടിക്കേണ്ടത്, T ആണ് കണ്ടുപിടിക്കേണ്ടത്.
സെറ്റാക്കിക്കോണേ. ഇനി പതിയെ ഒന്ന് വെട്ടിക്കേ, ഏതൊക്കെ വെട്ടാന്ന് നോക്കിക്കേ. എടാ കുഞ്ഞുങ്ങളെ താണ്ട 5ന്റെ മൂന്നാമത്തെ ഗുണിതമല്ലേ 15 അല്ലേ? 5ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ അല്ലേടാ 15 ആണ്. ആ 0 മറന്നു വരുന്നത് 30 വരും ആണേ. ഇനി ഈ കിടക്കുന്ന 66ഉം ഈ കിടക്കുന്ന 30ഉം കൂടെ നൈസായിട്ട് വെട്ടാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെട്ടിയാലും മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ ട്രെയിനിന്റെ ചോദ്യങ്ങൾ പറയുമ്പോൾ നിർത്തിക്കൊണ്ടാണ് ക്ലാസ്സിൽ വെട്ടി വെട്ടി കാണിക്കുന്നത്. ഈ കിടക്കുന്ന 66ഉം ആ കിടക്കുന്ന 30ഉം കൂടെ 2 കൊണ്ട് വെട്ടാം, വേണമെങ്കിൽ 3 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് 6 കൊണ്ട് വെട്ടാം. ഒറ്റയടിക്ക് 6 കൊണ്ട് വെട്ടാം. 6 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം 6 കൊണ്ട് ഹരിക്കുക. 30നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്ര? 30നെ 6 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് വരും. 66നെ 6 കൊണ്ട് ഹരിച്ചാലോ? 66നെ 6 കൊണ്ട് ഹരിച്ചാൽ 11 വരും. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ വെട്ടാന്? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുകയാണെങ്കിൽ ഈ കിടക്കുന്ന 11ഉം ആ കിടക്കുന്ന ടീയും കൂടെ ഗുണിച്ചാൽ 11 ടീന്ന് വരും. എടാ കുഞ്ഞുങ്ങളെ, ഈ കിടക്കുന്ന 18ഉം ആ കിടക്കുന്ന 5ഉം കൂടെ ഗുണിച്ചാൽ 18 5 90, 18 5 90. അവിടുന്ന് ഇടതുവശത്ത് കിടക്കുന്ന 11 ഗുണിച്ചുകൊണ്ടിരിക്കുന്നവനെ റൈറ്റിലേക്ക് തട്ടിയാൽ ഹരണമായി. 90നെ 11 കൊണ്ട് ഹരിച്ചാല്, എടാ 90നെ 11 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 11 8 88 8 പോയിന്റ് സംതിങ് വരും. നമുക്കത് ചെയ്തു നോക്കാം, കാരണം 2 എണ്ണം കിടപ്പുണ്ട് 8 പോയിന്റില്. 90നെ 11 കൊണ്ട് ഹരിച്ചാല് 11 8 88, ശിഷ്ടം 2 ആണ്. കുത്തുകൊടുത്തു, 0 കൊടുത്തു. 11 2 22. 11 2 22. നമ്മുടെ കയ്യിൽ അത്ര ഇല്ല. ഒരു 11 11, ശിഷ്ടം എത്ര? ശിഷ്ടം 9. ഒരു 0 കൂടെ ചേർത്തങ്ങ് എഴുതിക്കോ. സോ അങ്ങനെയാണെങ്കിൽ 11 9 99. അത്ര ഇല്ല, അത്ര ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. 11 8 88, ശിഷ്ടം 2. അങ്ങനെ അങ്ങ് പോവാ. 11 × 3 33 ഇല്ല. 11 2 22 പോട്ടെ. 8.18 എന്ന് വരും. 8.18 8.18 എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് റൗണ്ട് ചെയ്തിട്ട് 8.2 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് അങ്ങ് പോകാം. റൗണ്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങ് എടുക്കാം തൊട്ടടുത്ത നമ്പർ. 8.18 എന്നുള്ളത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 8.2 ആയിട്ട് മാറും. ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടേ, എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യനാ, സ്ഥിരം ചോദ്യ. അതായത് എ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്, സിറ്റിയാ. എ ബി എന്നീ 2 പട്ടണങ്ങൾ, ഇതാണ് എ എന്ന് പറയുന്ന പട്ടണം, ഇതാണ് ബി എന്ന് പറയുന്ന പട്ടണം. രണ്ടിന്റെ ഇടയിലുള്ള അകലം എന്ന് പറയുന്നത് 120 കിലോമീറ്റർ ആണ് അകലം. ഒരു കാറ് എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിലെ 55 km/h വേഗതയിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി. അതേസമയം മറ്റൊരു കാർ അവിടുന്ന് ഇങ്ങോട്ട് ബി നെയിലോട്ട് 45 km/h വേഗതയിൽ ഇങ്ങോട്ട് വരുന്നു. രണ്ടുപേരും കൂടെ ഏത് സമയത്താണ് കണ്ടുമുട്ടുന്നത്? മീറ്റിംഗ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. 2 പോയിന്റ്, അതിനിടയിലുള്ള അകലവും തരും. ഒരെണ്ണം ഇവിടുന്ന് അങ്ങോട്ട് പോയി, ഒരെണ്ണം അവിടുന്ന് ഇങ്ങോട്ട് വന്നു. ഒരേ സമയത്താണ് യാത്ര തുടങ്ങിയതെന്നുള്ള കാര്യം എടുത്തു പറയും. അങ്ങനെ ഒരേ സമയത്ത് യാത്ര തുടങ്ങി എന്ന് കണ്ടാൽ ദാ പിടിച്ചു, നമുക്ക് സാധാരണ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ആണ്. ഇവിടെ നിങ്ങൾ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണേ. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ, മക്കളെ 2 സ്പീഡ് ഇല്ലേടാ ഇവിടെ. 2 സ്പീഡ് ഉള്ളത് കൊണ്ട് 2ഉം കൂടെ അങ്ങ് കൂട്ടിക്കും. ഇതാണ് എളുപ്പ വഴി, ഷോർട്ട് കട്ട്. എന്ത് കണ്ടുപിടിക്കാൻ? ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി, അടുത്തവൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. 2 പേരും കൂടെ ഏത് സമയത്താണ് കണ്ടുമുട്ടുന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ, ടൈം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സ്പീഡ് ഉണ്ട്, 2 കൂട്ടി അങ്ങ് വെക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഏട്ടാ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 120 അല്ലേ? 120. സ്പീഡുകൾ തമ്മിൽ കൂട്ടിക്കോ. ഒരുത്തൻ 55, മറ്റവൻ 45. കൂട്ടിയാല് 55 45 കൂടെ കൂട്ടിയാൽ 100 വരും. സോ ഈ കിടക്കുന്ന 0 ഈ കിടക്കുന്ന 0 വെട്ടി. ഈ 12ഉം ഈ 10ഉം കൂടെ
നിങ്ങൾക്ക് 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. എടാ കുഞ്ഞുങ്ങളെ, 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6 വരും. അതേപോലെ 10നെ 2 കൊണ്ട് ഹരിച്ച 5 എന്ന് വരും. 6/5 മണിക്കൂർ എന്ന് വരും. കാരണം അത് കിലോമീറ്റർ, ഇത് കിലോമീറ്റർ പെർ അവർ. സോ ആൻസർ എന്തായാലും അവറിലായിരിക്കും വരുന്നത്. അപ്പൊ ഉത്തരം നമുക്ക് കിട്ടി 6/5 മണിക്കൂർ എന്ന് കിട്ടി. പക്ഷെ ഓപ്ഷൻ നോക്കിയപ്പോൾ എല്ലാം അവരെന്തിലാണ് തന്നിരിക്കുന്നത്? മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മണിക്കൂറിനെ മിനിറ്റ് ആക്കണം. മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിച്ചാ പോരെ? മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ, ചെറുതാക്കണമെങ്കിൽ ഗുണിക്കണം. 60 കൊണ്ട് ഗുണിക്കുക, 60 കൊണ്ട് ഗുണിക്കുക. സോ അങ്ങനെയാണെങ്കിൽ 6/5നെ 60 കൊണ്ട് ഗുണിച്ചാൽ, അവിടെ പിടിച്ചോണേ, 5ന്റെ 12ാമത്തെ ഗുണിതമാണ് 60. 12ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 72 എന്ന് വരും. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ, ഇതാണ് നമ്മുടെ എസ്സേയുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങൾ. വീഡിയോ ഭയങ്കര ലെങ്തി ആവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നത്. കാരണം ഇതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇപ്പൊ ഏകദേശം ഒരു 4-5 ചോദ്യങ്ങളായിട്ടുണ്ട്. ഇതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഉൾപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനൊരു സൗകര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ 2ാമത്തെ ഭാഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതിനു മുമ്പേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമുക്കറിയാം നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ, ഏതാ? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ SIയുടെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ വളരെ പ്രധാനപ്പെട്ട 7 ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് 2025 നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം ക്രാക്ക് ചെയ്യണം. സോ ആ ഒരു ലക്ഷ്യത്തോടു കൂടി വേണം നിങ്ങൾ പഠിക്കുവാൻ. പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല ഉദ്യോഗാർത്ഥികളും ഉണ്ട്, അവർ പറയുന്നത് സാറേ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പ്രിലിംസിന്റെ പരീക്ഷ എഴുതണം, പിന്നെ മെയിൻസിന്റെ പരീക്ഷ എഴുതണം, ഒരു ഭയങ്കര പാടാണ്. ഒറ്റ പരീക്ഷയായിരുന്നെങ്കിൽ ഞങ്ങൾ വിജയിച്ചേനെ എന്നാണ് പറയുന്നത്. 2021 മുതൽ 2025 വരെയുള്ള വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളുടെ സിലബസ് നിങ്ങൾ നോക്കിയാൽ, ആ സിലബസ് മാത്രം നോക്കി നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോയാൽ തന്നെ നമുക്കൊരു ചെറിയ മാർക്ക് അവിടെ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. ഇനി ഇതിന്റെ കട്ട് ഓഫ് കൂടി നിങ്ങൾ നോക്കണം. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ കട്ട് ഓഫ് ആണ് വരുന്നത്. അതാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഒരു പ്രത്യേകത. ബാക്കിയുള്ള പരീക്ഷകളെ പോലല്ല. അതായത് പ്രിലിംസിന്റെയൊക്കെ കട്ട് ഓഫ് ഒരു 50-നകത്ത് നിൽക്കത്തുള്ളൂ സാധാരണ. അതാണ് മറ്റൊരു വസ്തുത. മെയിൻസിന്റെ കട്ട് ഓഫ് 50 അല്ലെങ്കിൽ കുറച്ചും കൂടെ മേപ്പോട്ട് കയറിപ്പോ. എന്തായാലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെയുള്ള ഒരു വലിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തായാലും കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് നിയമനം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നമ്മുടെ കയ്യിലിരിക്കും. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിലെ ചെറിയ മാർക്കിനൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കാറുണ്ട് അടുത്ത എന്താണ് നമ്മുടെ ചാൻസ് എന്ന്. നിങ്ങൾ ആവേശം ഒട്ടും ചോർന്നു പോകാതെ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ഒരുപാട് പരീക്ഷകൾ പരാജയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അവസാനം വിജയത്തിലേക്ക് എത്തുന്നത്. അതൊരു വസ്തുതയാണ്. ഏതൊരു വിജയിച്ച ആളിനും ഒരുപാട് പരാജയപ്പെട്ട കഥകൾ പറയുവാനുണ്ടാവും. സോ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ 2026 എഴുതാൻ പോകുന്ന പരീക്ഷയിലെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കുള്ളത് അവിടെ തന്നെ ഉണ്ടാവും. സോ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തുടക്കം മുതൽ ഇപ്പോൾ മുതൽ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിങ്ങൾ ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി CCയിൽ ആരംഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്താണ് പഠിക്കേണ്ടത്, ഈ ആഴ്ചയുടെ അവസാനം ഏതാണ് പരീക്ഷ എന്നുള്ള കാര്യം കൃത്യമായിട്ട് വരാൻ പോകുന്ന പരീക്ഷയെ മുമ്പിൽ കണ്ടുകൊണ്ട് അത്രയും ദിവസം കൊണ്ട് ഈ എൻറ്റയർ സിലബസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് റിസർച്ച് വിങ്ങിന്റെ നേതൃത്വത്തില്
അധ്യാപകരുടെ കൂട്ടായ്മ ഒരു കൃത്യമായ ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ബാച്ചുകളിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ 2026 എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിലെ കളർഫുൾ ആയിട്ടുള്ള ഒരു വർഷമായി മാറ്റിയെടുക്കാനുള്ള എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുക. സോ നമുക്ക് ഈ ഒരു അംഗം ഒരുമിച്ച് അങ്ങോട്ട് നേരിടാം, ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.